ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രി പോർഷനിൽ ഫസ്റ്റ് ചാപ്റ്ററായ ദി സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ് വരെ നോക്കിയത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആയിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ലാസ്റ്റ് പാർട്ടായ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എവറി സബ്സ്റ്റൻസ് ഹാസ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമുക്കറിയാം, എല്ലാ സോളിഡ്സ് അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസ് ആയിക്കോട്ടെ അതിനെന്തുണ്ട്, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ദി ഒറിജിൻ ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ലൈസ് ഇൻ ദി ഇലക്ട്രോൺ. ഇനി എല്ലാ സബ്സ്റ്റൻസിനും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് വരുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോൺസിൽ നിന്നാണ്. ഈച്ച് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ബിഹേവ് ലൈക്ക് എ ടൈനി മാഗ്നറ്റ്. അപ്പം നമുക്കറിയാം, ഒരു വസ്തു ഉണ്ടാക്കുന്നത് ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ആറ്റങ്ങൾക്ക് ഉള്ളിലെ ഇലക്ട്രോൺസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു കുഞ്ഞു മാഗ്നറ്റായിട്ട് അല്ലെ ടൈനി മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഒറിജിനേറ്റ് ഫ്രം 2 ടൈപ്സ് ഓഫ് മോഷൻ. ഇനി ആ ഇലക്ട്രോൺ എങ്ങനെയാണ് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം, അതാണ് ഇനി പറയുന്നത്. എന്താ? അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 തരത്തിലുള്ള മോഷനിൽ നിന്നാണ്. നമുക്കറിയാം, മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ, ഇതൊക്കെയാണ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. എന്തൊക്കെ കൊണ്ടാവും? ഇറ്റ്സ് ഓർബിറ്റൽ മോഷൻ അറൗണ്ട് ദ ന്യൂക്ലിയസ്. നമുക്കറിയാം, ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺസും ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ചുറ്റിനുമാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോൺസ്. അങ്ങനെ നോക്കുമ്പം ആ ഇലക്ട്രോൺസിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മോഷൻ എന്തിന് കാരണമാകുന്നുണ്ട്? അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന്. സെക്കൻഡ് എന്താ? ഇറ്റ് സ്പിൻ അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. കൂടാതെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നിന്ന് അതിൻ്റെ ആക്സിസിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ആക്സിസിലും കറങ്ങുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എർത്ത് ഇലക്ട്രോണായിട്ട് കണക്കാക്കുക, സണ്ണ് ന്യൂക്ലിയസ് ആണെങ്കിൽ എർത്ത് എങ്ങനെ കറങ്ങുന്നുണ്ട്? സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് അതിൻ്റെ ഓൺ ആക്സിസിൽ കിടന്ന് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റിനും അതിനൊരു മോഷനുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ആക്സിസിൽ കിടന്ന് അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഈ 2 മോഷൻ അല്ലെങ്കിൽ ഈ 2 മൂവ്മെൻ്റാണ് എന്തിന് കാരണം? ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിന് കാരണം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നതിന് കാരണം. ഫിഗർ 1.35 നോക്കിക്കേ. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓർബിറ്റിംഗ് ഇലക്ട്രോൺ ആൻഡ് എ സ്പിന്നിങ് ഇലക്ട്രോൺ. ഒന്ന് ഓർബിറ്റിംഗ് ഇലക്ട്രോൺ, അതായത് ആറ്റമിക് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിംഗ് കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ മോഷനും കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കാണിച്ചാൽ, ഇലക്ട്രോണിൻ്റെ ഓൺ ആക്സിസിൽ കറങ്ങുമ്പോൾ ഉള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്. അങ്ങനെ 2 മാഗ്നറ്റിക് മൊമെൻറ്റ്, അങ്ങനെ 2 രീതിയിൽ അത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. ആര്? ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും എന്തുള്ളത്? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. Electron being a charged particle and undergoing these motions can be considered as a small loop of current which possesses a magnetic moment. അല്ലേ? ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആയിക്കോട്ടെ, പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ മോഷൻ ചെയ്താൽ അല്ലെങ്കിൽ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? ഇലക്ട്രോൺസ് ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അതുപോലെ തന്നെ 2 തരത്തിലുള്ള മോഷനും കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് കാരണം എന്തുണ്ടാവുന്നു? ലൂപ്പ് ഓഫ് കറണ്ട് ഉണ്ടാവുന്നു. ലൂപ്പ് ഓഫ് കറണ്ട് മീൻസ് ക്ലോസ്ഡ് പാത്തിൽ കൂടെ കറണ്ട്, ക്ലോസ്ഡ് പാത്ത് കറണ്ട് പോകുന്നതിനാണ് ലൂപ്പ്
എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് കറണ്ട്. അപ്പം ഇലക്ട്രോൺസ് ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ എന്താ ലൂപ്പ് ഓഫ് കറണ്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് പോസസ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ലൂപ്പ് ഓഫ് കറണ്ട്, മാഗ്നറ്റിക് മൊമെൻറ്റ്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ലൂപ്പ് ഓഫ് കറണ്ട് എന്ത് പോസസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത്, ഓറിയൻറ്റേഷൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പോസസ് ചെയ്യുന്നുണ്ട്. Thus each electron has a permanent spin and an orbital magnetic moment associated with it. അതുകൊണ്ട് തന്നെ എന്താ, ഒരു ഇലക്ട്രോണിന് പെർമനൻറ്റ് സ്പിന്നും ഉണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. എന്താ, ഒന്ന് സ്പിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അതിൻ്റെ ഓൺ ആക്സിസിൽ കറങ്ങുന്നതിന് സ്പിൻ. അതുപോലെ തന്നെ ഓർബിറ്റൽ, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പം ഒരു ഇലക്ട്രോണിന് എന്തൊക്കെയുണ്ട്? 2 മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ട്. ഒന്ന് പെർമനൻറ്റ് സ്പിന്നും ഉണ്ട്, അതുപോലെ തന്നെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഒരു ഇലക്ട്രോണിനുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് കോൾഡ് ബോർ മാഗ്നറ്റോൺ. അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഈ സ്ട്രെങ്ത് എന്താണ്? വളരെ കുഞ്ഞതാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ? ബോർ മാഗ്നറ്റോൺ, mu B. It is equal to 9.27 into 10 raised to minus 24 ampere meter square. ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് പഠിച്ചു വെക്കുക. ഫിസിക്സിലും ഒക്കെ ഈ വാല്യൂ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉള്ളത് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. On the basis of their magnetic properties, substances can be classified into 5 categories. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ബേസിസിൽ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ പഠിച്ച പോലെ തന്നെ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള അട്രാക്റ്റ് ചെയ്യാനോ റെപ്പൽ ചെയ്യാനോ ആ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിസിൽ ഇത് വീണ്ടും സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? 5 ആയിട്ട്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറിമാഗ്നറ്റിക്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പാരാമാഗ്നറ്റിസം. Paramagnetic substances are weakly attracted by a magnetic field. Paramagnetic substances എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീക്ക്ലി അവരെ അട്രാക്റ്റ് ചെയ്യുന്നവരാണ്. റെപ്പൽ ചെയ്യുന്നവരല്ല, അട്രാക്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതെന്താ, കുറച്ചും കൂടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലുള്ളവരാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ദേ ആർ മാഗ്നറ്റൈസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവർ മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യുന്നത് ഏത്? സെയിം ഡയറക്ഷനിലായിരിക്കും. അതായത് അവർ മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലൈൻ ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട് അവരെ വിടുവാണെങ്കിൽ അവർ അലൈൻ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ദേ ലോസ് ദിയർ മാഗ്നറ്റിസം ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവരുടെ ആ മാഗ്നറ്റിസം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. പാരാമാഗ്നറ്റിസം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 1 or more unpaired electrons which are attracted by the magnetic field. പാരാമാഗ്നറ്റിസം ഉണ്ടാവാനുള്ള കാരണം എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ മാഗ്നറ്റിക് ഫീൽഡായിട്ട് അട്രാക്ഷൻ നടത്തും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിനെ അവർ അൺപെയർഡ് ഇലക്ട്രോൺസ് അട്രാക്റ്റ് ചെയ്യും. ഓക്സിജൻ, C2+, Fe3+, Cr3+ are some examples of such substances. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് ഓക്സിജനും കോപ്പറും Fe3+ഉം ക്രോമിയം ഒക്കെ. ഇത് ഇപ്പം കുറേ എക്സാമ്പിൾസ് തരുക, ഡയമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾ, പാരാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിളൊക്കെ തന്നിട്ട് ഇതിലേതാ പാരാമാഗ്നറ്റിക്കും ഡയമാഗ്നറ്റിക്കും എന്ന് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ +1 Chapter 4 ലാസ്റ്റിൽ പഠിക്കുന്നുണ്ട്. ആൻറ്റി ബോണ്ടിങ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പാരാമാഗ്നറ്റിക് കണ്ടുപിടിക്കും. ഡയമാഗ്നറ്റിക് പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയമാഗ്നറ്റിക്, മറ്റേ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ്
അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡയമagnetism. Diamagnetic substances are weakly repelled by a magnetic field. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ആണെങ്കിൽ ഡയമagnetic സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? മാഗ്നറ്റ് വന്നാൽ റെപ്പൽ ചെയ്ത് പോകുന്നവരാണ്. H2O, NeCl, ബെൻസീൻ ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് സബ്സ്റ്റൻസ്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? H2Oയും NeClഉം CC6ഉം എക്സാമ്പിളാണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ദേ ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ സെയിം ഡയറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ സെയിം ആണെങ്കിൽ ഇവർ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണോ അലൈൻ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. ഡയമagnetism ഈസ് ഷോൺ ബൈ ദോസ് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഓൾ ദി ഇലക്ട്രോൺസ് ആർ പെയർഡ് ആൻഡ് ദെയർ ആർ നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. ഡയമagnetism കാണിക്കുന്നവരിൽ അൺപെയർഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺസും കാണത്തില്ല, എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പെയറിങ് ഓഫ് ഇലക്ട്രോൺ ക്യാൻസൽ ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റ്. അവർക്ക് മാഗ്നറ്റൈസേഷൻ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ വീക്ക്ലി അവർ റെപ്പൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഈ ഇലക്ട്രോണുകളുടെ പെയറിങ് കാരണം നഷ്ടപ്പെട്ട് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് എന്താ മാഗ്നറ്റിക് ക്യാരക്ടർ നഷ്ടപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫെറോമാഗ്നറ്റിസം. എ ഫ്യൂ സബ്സ്റ്റൻസസ് ലൈക്ക് അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം ആൻഡ് ക്രോമിയം ഓക്സൈഡ് ആർ അട്രാക്റ്റഡ് വെരി സ്ട്രോങ്ലി ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം അതുപോലെയുള്ള ക്രോമിയം ഓക്സൈഡ് പോലെയുള്ള കുറേ ആളുകൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രോങ്ലി അട്രാക്റ്റ് ചെയ്യും. പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിസം അട്രാക്ഷൻ തന്നെയാണ്. പാരാമാഗ്നറ്റിസം എന്തായിരുന്നു? വീക്ക്ലി അട്രാക്റ്റഡ്. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നവരാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ബിസൈഡ് സ്ട്രോങ് അട്രാക്ഷൻസ് ദീസ് സബ്സ്റ്റൻസസ് ക്യാൻ ബി പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ്. അത് തന്നെയല്ല, ഈ സ്ട്രോങ് അട്രാക്ഷൻ മാത്രമല്ല, ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെർമനൻ്റ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാനും പറ്റും. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളവരെ ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താ? മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കഴിയുമ്പോൾ അവരുടെ മാഗ്നറ്റിസവും മാറും. പക്ഷേ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാൽ മാഗ്നറ്റിസം അവരിൽ പെർമനൻ്റ് ആയിട്ട് നിർത്താൻ പറ്റും. ഇൻ സോളിഡ് സ്റ്റേറ്റ് ദ മെറ്റൽ അയോൺസ് ഓഫ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ ഗ്രൂപ്പ് ടുഗെദർ ഇൻ ടു സ്മോൾ റീജിയൻസ് കോൾഡ് ഡൊമെയിൻസ്. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മെറ്റൽ അയോണുകളെല്ലാം കൂടെ എന്ത് ചെയ്യും? സ്മോൾ റീജിയൻ ആയിട്ട് ഫോം ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഡൊമെയിൻ. അങ്ങനെ വരുമ്പം ഈച്ച് ഡൊമെയിൻ ആക്ട് ആസ് ടൈനി മാഗ്നറ്റ്. ഓരോ കുഞ്ഞു കുഞ്ഞു ഡൊമൈനുകളും അല്ലെങ്കിൽ ഓരോ ഡൊമൈനുകളും എന്തായിട്ട് ആക്ട് ചെയ്യും? കുഞ്ഞു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ ആൻ അൺമാഗ്നറ്റൈസ്ഡ് പീസ് ഓഫ് എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദ ഡൊമൈൻസ് ആർ റാൻഡംലി ഓറിയൻറ്റഡ് ആൻഡ് ദെയർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഗെറ്റ് ക്യാൻസൽഡ്. അതായത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ തന്നെ അൺമാഗ്നറ്റൈസ്ഡ് ആകുന്നത് എങ്ങനെയാണ്? ഈ ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റാൻഡമായിട്ട് ഓർഡർ ചെയ്യും. തോന്നിയതുപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചെയ്യും. അങ്ങനെ റാൻഡമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ക്യാൻസലായിട്ട് അവർ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റൈസേഷൻ മാറാൻ ഇടവരും. When the substance is placed in a magnetic field, all the domains get oriented in the direction of the magnetic field. Paramagnetic സബ്സ്റ്റൻസ് പോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ എല്ലാ ഡൊമൈൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അലൈൻ ചെയ്യുന്നത് ഏതിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെയാണ്. അതാണ് ഫിഗർ 1.36 എയിൽ നോക്കാമെങ്കിൽ കാണാം. ഡൊമൈൻസിന് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന സെയിം ഡയറക്ഷൻ. ഇത് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ. This ordering of domain persists even when the magnetic field is removed and the ferromagnetic substance become a permanent magnet. Permanent magnet എങ്ങനെ? ഈ ഡൊമെയിൻ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ഡൊമെയിൻ ഇങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് എന്താ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്തില്ലാത്ത അവരുടെ മാഗ്നറ്റിസം പോവാത്തത്.
നെക്സ്റ്റ് ആണ് ആൻറ്റി ഫെറോമാഗ്നറ്റിസം. പേരിൽ തന്നെയുണ്ട് എന്താ, ഫെറോമാഗ്നറ്റിസത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സബ്സ്റ്റൻസസ് ലൈക്ക് മാംഗനീസ് ഓക്സൈഡ് ഓർത്തിരിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഷോയിങ് ആൻറ്റി ഫെറോമാഗ്നറ്റിസം ഹാവ് ഡൊമൈൻ സ്ട്രക്ചർ സിമിലർ ടു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ തന്നെ ഡൊമൈൻ സ്ട്രക്ചർ സിമിലർ ആണ്, ബട്ട് ദ ഡൊമൈൻസ് ആർ ഓപ്പോസിറ്റ്ലി ഓറിയൻറ്റഡ് ആൻഡ് ക്യാൻസൽ ഔട്ട് ഈച്ച് അതേഴ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അവരുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസൽ ആയിപ്പോവും. എന്തുകൊണ്ടാണ്? അവരുടെ ഡൊമൈൻ അലൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ്ലി ആണ്. അപ്പം നോക്കുക, ഒരെണ്ണം മുകളിലോട്ടാണെങ്കിൽ ഒരെണ്ണം താഴോട്ട് പാരലൽ ആൻറ്റി പാരലായിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാൻസലായിപ്പോവും. ഇനി ഫെറി മാഗ്നറ്റിസം ഈസ് ഒബ്സർവ്ഡ് വെൻ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ഡൊമൈൻ ഇൻ ദ സബ്സ്റ്റൻസ് ആർ അലൈൻഡ് ഇൻ പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഡയറക്ഷൻ ഇൻ അൺഈക്വൽ നമ്പേഴ്സ്. ഫെറി മാഗ്നറ്റിസം എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൊമൈൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പാരലായിട്ടും അറേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ആൻറ്റി പാരലായിട്ടും അറേഞ്ച് ചെയ്യും. അതുപോലെ അൺഈക്വൽ നമ്പർ ആയിരിക്കും. ഇത് തന്നെ ഉണ്ടല്ലേ, പാരലായിട്ട് 2 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ആൻറ്റി പാരലായിട്ട് ഒരെണ്ണേ കാണത്തുള്ളൂ. വീണ്ടും 2 എണ്ണം ആയിരിക്കും, വീണ്ടും ഒരെണ്ണം ആയിരിക്കും. അല്ലെങ്കിൽ പാരലായിട്ട് ഒരെണ്ണം കാണും, ആൻറ്റി പാരലായിട്ട് 2 എണ്ണം കാണും. അങ്ങനെയൊക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അൺഈക്വൽ അറേഞ്ച്മെൻറ്റും ആണ്. അതുപോലെ തന്നെ പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും അറേഞ്ച് ചെയ്യും. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആസ് കമ്പയർഡ് ടു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അയണിൻ്റെ ഓറായിട്ടുള്ള മാഗ്നറ്റൈറ്റ്, ഫെറൈറ്റ്, magnesium Fe2O4 and zinc Fe2O4 are examples of such substance. ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, മാഗ്നറ്റൈറ്റും പിന്നെ ഫെറൈറ്റുകളും. ദീ സബ്സ്റ്റൻസസ് ഓൾസോ ലോസ് ഫെറി മാഗ്നറ്റിസം ഓൺ ഹീറ്റിംഗ്. ഇനി ഇവരുടെ ഫെറി മാഗ്നറ്റിസം എപ്പോൾ പോകും? ഹീറ്റ് ചെയ്യുമ്പോൾ ഫെറി മാഗ്നറ്റിസം പോയിട്ട് ഇവരെന്തായിട്ട് മാറും? പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. ഇപ്പോൾ ഫെറി മാഗ്നറ്റിസം മാറി പാരാമാഗ്നറ്റിസം ആകുന്നത് എപ്പോഴാണ്? ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് പാർട്ടും കഴിഞ്ഞു. ഇനി ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ്. വാട്ട് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ക്യാൻ അറൈസ് വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ്? വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അഫക്റ്റഡ് ബൈ ഇറ്റ് ആൻഡ് വാട്ട് വേ? അതായത് ഒരു സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഡിഫക്റ്റാണ് ഉണ്ടാവുന്നത്, ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അഫക്റ്റ് ആവുന്നത്, ഏത് വേ ആണെന്ന്, ഏത് വഴിയിൽ കൂടിയാണ് അത് അഫക്റ്റ്. എൻ്റെ ആൻസർ, വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് വേക്കൻസി ഡിഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ക്രിസ്റ്റൽ. അല്ലേ, സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് ഡിഫക്റ്റാണ് ഉണ്ടാകുന്നത്? വേക്കൻസി ഡിഫക്റ്റ് ആണ്. ഹീറ്റ് ചെയ്യുമ്പം സം ആറ്റംസ് എന്ത് ചെയ്യും? ലാറ്റിസൈറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകും. അങ്ങനെ ലാറ്റിസൈറ്റ് എന്ത് ചെയ്യും? വേക്കൻ്റ് ആകും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡിഫക്റ്റ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിക്രീസസ്. അങ്ങനെ വരുമ്പം ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആ ഒരു സോളിഡിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ആവും. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് 1.20 വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ സിങ്ക് സൾഫൈഡ് ആൻഡ് AgBr? സിങ്ക് സൾഫൈഡ് ക്രിസ്റ്റൽ മേ ഷോ ഫ്രെങ്കൽ ഡിഫക്റ്റ്. അല്ലേ, സിങ്ക് സൾഫൈഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കാം. എന്തുകൊണ്ടാണ്? കാരണം സിങ്ക് Zn2+ ഭയങ്കര സ്മോളാണ് ആസ് കമ്പയർഡ് ടു സൾഫൈഡ് S2- ഭയങ്കര സ്മോളറാണ്. ആര്? സിങ്ക് സൾഫൈഡ്. അതുകൊണ്ട് തന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ? കാറ്റയോണും ആനയോണും തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളവരാണ്. കാറ്റയോൺസ് നല്ല സ്മോളും ആയിരിക്കണം, അതുപോലെ ആനയോൺസ് ഭയങ്കര ലാർജും ആയിട്ടിരിക്കുന്നവരാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ആളുകൾ. പിന്നെ AgBr ക്രിസ്റ്റൽ രണ്ടും കാണിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട്കി ഡിഫക്റ്റും കാണിക്കുന്ന ആളുകളാണ് AgBr. Explain how vacancies are introduced in an ionic solid when a cation of higher vacancy is added as an impurity in it. എങ്ങനെയാണ് ഹയർ വാലൻസ് ആയിട്ടുള്ള ഒരു അയോണിക് സോളിഡേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ അവരിൽ വേക്കൻസി ഉണ്ടാവുന്നതെന്ന്. അതിനൊരു എക്സാമ്പിൾ അതെ, ലെറ്റ് us take an example of NaCl doped with strontium chloride.
ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് NaCl അയോണിക് സോളിഡ് ആണ്, അതിലേക്ക് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 Na+ അയോൺ എന്ത് ചെയ്യും, റീപ്ലേസ് ആകും. അവിടേക്ക് ആര് വരും, Sr2+ വരും. Sr2+ വരുന്നിടത്ത് ഒരെണ്ണം എന്ത് ചെയ്യും, Na+ൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. പക്ഷേ ഒരു സ്ഥലത്ത് Sr2+, അതായത് ഒരു Sr2+ ആണ് NaClലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം 2 വേക്കൻറ്റ് സ്പേസ് ഉണ്ടാകുന്നിടത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് Sr2+ കയറിയിരിക്കും, ഒരു സ്ഥലത്ത് വേക്കൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും. Thus we can say that when a cation of higher valence is added as an impurity to ionic solid, 2 or more cations of lower vacancy are replaced by a cation of higher vacancy to maintain electrical neutrality. Electrical neutrality maintain ചെയ്യാൻ വേണ്ടി 2 അതിൽ കൂടുതലോ കാറ്റയോൺസിനെ എന്ത് ചെയ്യും, കാറ്റോണിക് വേക്കൻസി അവിടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പം അങ്ങനെയാണ് കാറ്റയോണിക് വേക്കൻസി അവിടെ ക്രിയേറ്റഡ് ആവുന്നത്. അതായത് Sr2+ എന്ന് പറയുമ്പം 2+, Sr സ്ട്രോൺഷ്യം ക്ലോറൈഡിലെ Sr2+ലും NaClലെ Na+ലുമാണ് നിൽക്കുന്നത്. അപ്പം ഹയർ വാലൻസ് ആണ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ലോവർ വേക്കൻസി ഒന്നോ അതിൽ കൂടുതലോ എന്ത് ചെയ്യും, വേക്കൻ്റ് ആകും, ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. 1.22 Ionic solid which have anionic vacancies due to metal excess defect develop color. Explain with the help of suitable example. അതിന് നോക്കുക. NaCl തന്നെ, ഇതും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. NaCl തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. NaCl ക്രിസ്റ്റൽ സോഡിയം വേപ്പറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് Cl- എന്ത് ചെയ്യും, സർഫസിൽ പോയിരുന്നിട്ട് സോഡിയം വേപ്പറുമായിട്ട് ചേർന്നിട്ട് NaCl ആയിട്ട് അങ്ങ് പോകും. അപ്പം എന്ത് ചെയ്യും, ദ ഇലക്ട്രോൺസ് ലോസ്റ്റ് ബൈ Na to ഫോം Na+. ഈ സർഫസിൽ വന്നിരിക്കുന്ന സോഡിയത്തിൻ്റെ ഇലക്ട്രോൺസ് പോയിട്ടല്ലേ അവർ Na+ ആവുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർക്ക് ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന Cl- എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആ സോഡിയം വേപ്പർ കളയുന്ന ഇലക്ട്രോൺസ് ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് Cl- ഇറങ്ങിപ്പോയെടുത്ത് വന്ന് ഇരിക്കും. ഈ സൈറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും, F സെൻറ്റേഴ്സ്. ദീസ് അല്ലെങ്കിൽ ഫാർബസൻ സെൻറ്റേഴ്സ് എന്ന് പറയും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എനർജി, വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി ലെവലിലേക്ക് പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവർ ആ NaClന് ആ ഒരു കളറ് കിട്ടുന്നത്. ഇതും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. എ ഗ്രൂപ്പ് 14 element is to be converted into N-type semiconductors by doping with it a suitable impurity. To which group should this impurity belongs? അതായത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് N-type സെമികണ്ടക്ടർ ആയി ഒരു സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്തപ്പോൾ, ഡോപ്പ് ചെയ്തപ്പം, ടു വിച്ച് ഗ്രൂപ്പ് ഷുഡ് ദിസ് ഇമ്പ്യൂരിറ്റി ബിലോങ്. അപ്പം ആ ഇമ്പ്യൂരിറ്റി ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും? N-type സെമികണ്ടക്ടർ കിട്ടണമെങ്കിൽ ഇമ്പ്യൂരിറ്റി ബിലോങ് ചെയ്യുന്നത് N-type എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിരിക്കണം. അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ ആരായിരിക്കും, 14-നേക്കാളും കൂടുതലുള്ള ആളാവണമെങ്കിൽ 15th ഗ്രൂപ്പ് ആയിരിക്കും. What type of substances would make better permanent magnets? Ferromagnetic or ferrimagnetic? Justify your answer. ബെറ്റർ പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മേക്ക് ബെറ്റർ പെർമനൻറ്റ് മാഗ്നറ്റ്. This is because when placed in magnetic field, their domains get oriented in the directions of magnetic field and a strong magnetic field is produced. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. എന്താ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഈ ഡൊമൈനുകളെല്ലാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അങ്ങനെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇനി മാറ്റിയെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി
റിമൂവ് ആവത്തില്ല. ഹെൻസ് ദ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബിക്കം എ പെർമനൻറ്റ് മാഗ്നറ്റ്. അതുകൊണ്ട് തന്നെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്തായിട്ട് മാറുന്നത്? പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് മാറുന്നത്. ഫെറി മാഗ്നറ്റിക് ആണെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പാരാമാഗ്നറ്റായിട്ട് മാറാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.